ഹലോ ഗൈസ്, റാപ്പിഡ് മണി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റി വാട്സപ്പിലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ടും ഒരുപാട് പേര് റീസെൻ്റ്ലി ചോദിക്കുന്നുണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ലിങ്ക് നോക്കി പോകേണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടില്ല. എന്തായാലും ഈ ആപ്ലിക്കേഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. റാപ്പിഡ് മണി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. സോ ഇതാണ് ആപ്ലിക്കേഷൻ. 4.9 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയത് ഡിസംബർ 29, 2025 ഒരു 6 മാസം 4 മാസം 5 മാസം ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട്. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഓൾമോസ്റ്റ് 25,000 30,000 വരെയുള്ള റേഞ്ചിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 25,000 ലോൺ എടുക്കുന്നതിൻ്റെ. പിന്നെ ഇവർ RBI രജിസ്റ്റേഡ് NBFC ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ NBFC ഏതാണെന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ വെബ്സൈറ്റ്, അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിംഗ് കാണുന്നുണ്ട്. റിവ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ റിവ്യൂ കണ്ടാൽ തന്നെ അറിയാം അത് പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂ ആണോ എല്ലാം. ചിലതിൽ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ കാണാൻ പറ്റും. നമ്മളത് പേ ചെയ്തു, റിജക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫ്രോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻറ്റ്, പേയ്മെൻറ്റ് ചെയ്തിട്ട് ലോൺ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അപ്ലൈ ചെയ്തിട്ട് തന്നെ നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. സോ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഇതിൽ ലോൺ കിട്ടുമോ അല്ലെങ്കിൽ ഫേക്ക് ആണോ ജെന്യുവൻ ആണോ എന്നൊക്കെ. എന്തായാലും ഇവിടെ RBI രജിസ്റ്റേഡ് NBFC തന്നെയാണ്. RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ NBFC കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ അതൊന്നും ഫേക്ക് അല്ല. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ റാപ്പിഡ് മണി എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നുണ്ട്. അവിടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ടാണ് പറയുന്നത്, ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക. ശേഷം 2 പിന്ന് കൊടുക്കാനായിട്ട് പറയും, അതും കൊടുത്ത് OTP കൊടുത്ത് കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ഈ പെർമിഷൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. സോ വായിച്ച് നോക്കി എഗ്രി കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ പിൻകോഡ്, അതേപോലെ നിങ്ങളുടെ ലാംഗ്വേജ്, ഇത്ര ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കി കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ലെൻഡിങ് പാർട്ണർ ഏതാണെന്ന് കാണിക്കുന്നില്ല, പക്ഷേ 25,000 അപ്രൂവ് ആയെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫീ എന്നുള്ള രീതിയിൽ 199 പേ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ താഴെയായിട്ട് ആക്സസ് ടു ഇൻസ്റ്റൻറ്റ് ലോൺ, ഫാസ്റ്റ് ലോൺ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ആക്സസ് ടു ന്യൂ ലോൺ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാമണി, അതേപോലെ തന്നെ സ്റ്റാഷ്വിൻ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ. ബട്ട് ഇൻസ്റ്റാമണിയിലൊക്കെ നമുക്ക് ജെന്യുവൻ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ തന്നെ പേ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ റീസൺ ഒന്നും പ്രോപ്പറായിട്ട് അവർ കൊടുക്കുന്നൊന്നുമില്ല. എന്നാലും എൻ്റെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആയിപ്പോയി. ഇവർ ടേം ലോൺ എന്നൊക്കെ പറഞ്ഞ് 50,000 6 മാസം ടെന്യൂറിൽ കൊടുക്കുന്നു, ഷോർട്ട് ടേം ലോൺ 25,000 3 മാസം വരെ ടെന്യൂറിൽ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് പറ്റി. ലോ ഇൻട്രസ്റ്റ് റേറ്റ്, ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ആപ്ലിക്കേഷൻ. എൻ്റെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആയി പോവാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അപ്ലൈ ചെയ്ത് നോക്കി, അവരുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ആയി പോയി. ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി നോക്കി, അപ്പോൾ ഓൾമോസ്റ്റ് 99% ആൾക്കാരുടെ ലോൺ റിജക്റ്റ് ആയി പോയ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ അതായത് ഒട്ടുമിക്ക ആൾക്കാരുടെ ലോൺ ഇവർ റിജക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറവ് ചാൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ലോൺ കിട്ടാനായിട്ട്. സോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പിച്ചോളുക, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ വരാൻ പോകുന്നില്ല, ലോൺ കിട്ടണമെന്ന് ഉറപ്പില്ല. ഇനി ലോൺ കിട്ടിയാൽ പോലും നിങ്ങൾ പേ ചെയ്താൽ 199 തിരിച്ച് കിട്ടാനും പോകുന്നില്ല. സോ എങ്ങനെയാണെങ്കിൽ ആ പൈസ പോകും. സോ നിങ്ങൾ എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് നോക്കുക. ഞാൻ എന്തായാലും ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാത്തതും. വെറുതെ പേയ്മെൻറ്റ് പോകത്തുള്ളൂ. ഇൻസ്റ്റാമണി പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ പലർക്കും ലോൺ കൊടുക്കാറുണ്ട്, പക്ഷേ ഇവരൊട്ട് ലോൺ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ ഉത്തരവാദിത്തം ഒന്നും ഇതിലുണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ചെയ്യേണ്ടതെന്നേ പറയത്തുള്ളൂ. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ഈ ആപ്ലിക്കേഷനെ വീഡിയോ ചെയ്യാനായിട്ട്. കുറേ പേര് പൈസ പോയതായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.